നമുക്കൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കാം. കൊച്ചിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. തുറമുഖത്ത് നിന്ന് 2800 കിലോ മയക്കുമരുന്ന് പിടികൂടി. ചാക്കുകളിൽ കറാച്ചി, പാകിസ്ഥാൻ ലേബലുകളിലുള്ള മയക്കുമരുന്നാണ് പിടികൂടിയത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും അശ്വതി ചേരുന്നു. അശ്വതി, രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഇത്രയും കിലോ മയക്കുമരുന്ന് പിടികൂടുന്നത് രാജ്യത്ത് തന്നെ ഇതാദ്യമായിട്ടാണ്. ഇതെങ്ങനെയാണ്, അതായത് ആരെങ്കിലും പിടിയിലായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദ വിവരങ്ങൾ? ദേവിക, ഇന്ത്യൻ വാട്ടേഴ്സിൽ നിന്ന്, അതായത് ഇന്ത്യൻ എക്കണോമിക് സോണിലെ സാമ്പത്തിക മേഖലയിലെ, അതായത് ഇന്ത്യൻ ഓഷനിലെ ഭാഗത്ത് നിന്നാണ് ഈ മദർഷിപ്പ് പിടിച്ചെടുത്തിരിക്കുന്നത്. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു മയക്കുമരുന്ന് വേട്ടയിൽ ഒരു മദർഷിപ്പ് പിടിച്ചെടുക്കുന്നത്. അതായത് മദർഷിപ്പ് എന്ന് പറയുന്നത് ആ ഷിപ്പിൽ ഒരുപാട് ലോഡ് മയക്കുമരുന്ന് ഉണ്ടാകും. അതിൽ നിന്നും ചെറിയ ബോട്ടുകളിലേക്ക് മയക്കുമരുന്ന് കടത്തി അങ്ങനെ വിവിധ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇവരുടെ മോഡ് ഓഫ് ഓപ്പറാൻഡി. എന്തായാലും ഈ മദർഷിപ്പിന് തന്നെയാണ് ഇപ്പോൾ നേവിയുടെയും അതുപോലെ തന്നെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെയും സംയുക്തമായിട്ടുള്ള ഇടപെടലിൽ പിടിച്ചിരിക്കുന്നത്. ഏകദേശം 2500 കിലോഗ്രാം ഹൈ പ്യൂരിറ്റിയുള്ള മെത്താഫെറ്റാമിൻ, അതുപോലെ മെത്താഫെറ്റാമിൻ ആണ് പിടിച്ചിരിക്കുന്നത്. ഏകദേശം 12,000 കോടി രൂപയോളം വരുമെന്നാണ് ഇവരുടെ, അതായത് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ പ്രതിനിധികൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ 3200 കിലോഗ്രാം മെത്താഫെറ്റാമിൻ, 500 കിലോഗ്രാം ഹെറോയിൻ, 529 കിലോഗ്രാം ഹാഷിഷ് ഓയിൽ തുടങ്ങിയവ ഒക്കെ തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ മയക്കുമരുന്ന് ഇത് വൻ വേട്ടയാണ്. അതായത് ഇതിൽ കൂടുതൽ അളവിലുള്ള മയക്കുമരുന്നുകൾ മുൻപ് പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിലും ഇതിന്റെ മോണിറ്ററി വാല്യൂ, ഇതിന്റെ മൂല്യം കണക്കാക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവർ രാത്രിയിലാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഓപ്പറേഷനിൽ രാത്രിയിലാണ് ഇവർ ഈ ഷിപ്പ് പിടിച്ചെടുക്കുന്നത്. ഉദ്യോഗസ്ഥർ, നേവിയുടെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ഉദ്യോഗസ്ഥരും അവിടെ ചെല്ലുമ്പോൾ ഈ ഇതിൽ നിന്ന്, മദർഷിപ്പിൽ നിന്ന് അതിൽ ജീവനക്കാരനായിരുന്ന ഒരാൾ ഇറങ്ങി ഓടുന്നതാണ് കണ്ടത്. അതോടൊപ്പം തന്നെ ഈ മദർഷിപ്പ് മുങ്ങാനുള്ള ഒരു സാഹചര്യം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഈ സ്പീഡ് ബോട്ടിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ആളെ ഇവർ പിടികൂടിയിട്ടുണ്ട്. ഒരു പാകിസ്ഥാനി സ്വദേശിയാണ് ഈ പിടിയിലായിരിക്കുന്നത്. ഈ മയക്കുമരുന്നുകളിൽ എല്ലാം തന്നെ പാകിസ്ഥാനി ലേബലുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മയക്കുമരുന്നിന്റെ ഉത്ഭവം, ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പാകിസ്ഥാനിലാണെന്നാണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അവിടെ നിന്ന് മക്രാൻ തീരത്തുള്ള ചബഹർ തുറമുഖത്ത് നിന്നാണ് ഇത് വരുന്നത് എന്ന് പറയുന്നു. അതായത് പാകിസ്ഥാനിൽ ഉത്ഭവിക്കുന്ന ഈ മയക്കുമരുന്ന് ചബഹർ മേഖലയിൽ നിന്ന്, ചബഹർ പോർട്ടിൽ നിന്ന് നേരെ ഇന്ത്യൻ വാട്ടറിലേക്ക് വരികയാണ്. ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇന്ത്യ, ശ്രീലങ്ക, അതുപോലെ തന്നെ മാൽദീവ്സ്, ഈ 3 സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ മദർഷിപ്പ് പുറപ്പെട്ടിരുന്നത് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഒരാളാണ് ഇപ്പോൾ പിടിയിലായത്. ഇയാൾ പാകിസ്ഥാനി സ്വദേശിയാണ്. മറ്റ് ആളുകളെ പിടികൂടാനും അന്വേഷണം കൂടുതൽ വിപുലമാക്കാനുമുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെയും അതുപോലെ തന്നെ നേവിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഓപ്പറേഷൻ സമുദ്രഗുപ്തയുടെ ഭാഗമായിട്ടാണ് ഈ ഓപ്പറേഷൻ, ഈ ഇത്രയും വലിയ നാർക്കോട്ടിക്സ്, ഇത്രയും വലിയ ഡ്രഗ്സ് പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, നേവിയെ സംബന്ധിച്ചിടത്തോളം ശരി, വൻ മയക്കുമരുന്ന് വേട്ട കൊച്ചിയിൽ ഉണ്ടായിരിക്കുന്നു. 12,000 കോടി വില വരുന്ന മയക്കുമരുന്നാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഒരു പാകിസ്ഥാനിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മറ്റു വിവരങ്ങളൊക്കെ വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്നാണ് അശ്വതി നൽകിയ വിവരം. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് പോകാം.